ഹലോ, വെൽക്കം ടു സം ടൈം. ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ആ ദിവസത്തെ മാത്രം പരിപാടിയാണ് നിങ്ങൾ വിചാരിക്കരുത്. 3-4 ദിവസം മുന്നേ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ആദ്യം തന്നെ സീറ്റ് സെലക്ഷനാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കല്യാൺ സിൽക്സിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇരിക്കാറുള്ളത്. കാരണം അവിടെ നല്ല ഷെയ്ഡുണ്ട്, പിന്നെ നല്ല ആംബിയൻസ് ഉണ്ട്, പോരാത്തതിന് സമയാസമയം ഭക്ഷണവും കിട്ടും. സ്ഥിരം സ്ഥലമൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയി പോയിടോ. അപ്പം പിന്നെ എന്താ ചെയ്യുക, ബാക്കിയുള്ള സ്ഥലം ഞങ്ങൾ വാങ്ങിച്ച ഈ ബ്രിക്സ് കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ബുക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാറാണ് പതിവ്. ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ കല്ലെടുത്ത് മാറ്റി വേറെ ആരെങ്കിലുമൊക്കെ അവിടെ പൊങ്കാലടുപ്പ് വെക്കാറുണ്ട്. ഇത്തവണയും അത് സംഭവിച്ചു. എന്നാലും നമ്മുടെ സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ബുക്കിംഗ് ഒക്കെ. നമ്മൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മരത്തിൻ്റെ ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്. അത് ഉച്ചയായാലും വെയിലധികം ഉണ്ടാവത്തില്ല. അപ്പോൾ അടുത്ത വർഷം പൊങ്കാല ഇടുന്നവർ നോട്ട് ദ പോയിന്റ്, മരത്തിൻ്റെ ഷെയ്ഡ് നോക്കി ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഷോപ്പിംഗ് ആണ്. ഷോപ്പിങ്ങിന് ഞങ്ങൾ ഇറങ്ങുന്ന തലേ ദിവസമാണ് കേട്ടോ. തലേ ദിവസം ഇറങ്ങുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിറ്റി മൊത്തം ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടാവും. അത് കാണാൻ നല്ല രസമാണ്. പിന്നെ അവിടെ ഇങ്ങനെ അമ്പലം പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്നാണ് പരിസരത്തുള്ള എല്ലാവർക്കും പൊങ്കാല അടുപ്പിലേക്ക് തീ കൊടുക്കുന്നതും പിന്നെ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പൂജാരി വന്നിട്ട് നമുക്കിങ്ങനെ നേദിച്ചു തരുകയും ചെയ്യും. സിറ്റി മൊത്തം ബുക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഇതിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഫുള്ള് ബുക്ക്ഡ് ആയിട്ടുണ്ട്. തമ്പാനൂരും ഈസ്റ്റ് ഫോർട്ടിൻ്റെയും കാര്യം പിന്നെ പറയേ വേണ്ട. ഫുൾ ആൾക്കാർ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഈവൻ മീഡിയനിൽ വരെ ആൾക്കാർ പൊങ്കാല അടുപ്പ് കൊണ്ട് സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊങ്കാല ദിവസം അത്രയ്ക്ക് തിരക്കാണ്. കാരണം അക്രോസ് കേരളമുള്ള സ്ത്രീകൾ വന്നിട്ട് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുവാണ്. പൊങ്കാല ദിവസം കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുള്ള ആൾക്കാരെ വരെ ഞാൻ കണ്ടു കേട്ടോ. എന്തിന്, ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വന്നതായിരുന്നു. ഇതുവരെ പൊങ്കാല എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർക്കും ഇതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുള്ള കാര്യമെന്ന് പറഞ്ഞ് എന്നെ ആരും പുച്ഛിക്കരുത് കേട്ടോ പ്ലീസ്. അങ്ങനെ ഞങ്ങൾ പൊങ്കാല കലങ്ങൾ വാങ്ങാനെത്തി. അമ്മയുടെ വക പല രീതിയിലുള്ള ടെസ്റ്റിംഗ് ആണ്. വെള്ളമൊഴിച്ച് ടെസ്റ്റിംഗ്, കൊട്ടി നോക്കി ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കലം എടുത്തു. എൻ്റെ അനിയത്തി കൊലം വെച്ച് ഡാൻസ് ചെയ്തതിന് നല്ല അടിയും കിട്ടി. അങ്ങനെ ഞാനും എൻ്റെ പൊങ്കാല കലം സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കല്യാൺ സിൽക്സിൻ്റെ അടുത്തുള്ള സ്ഥലം സെക്യൂർ അല്ലേ ഇപ്പോഴും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്കും കല്യാൺ സിൽക്സിൻ്റെ ഫ്രണ്ടിൽ മൊത്തം സ്റ്റാഫിൻ്റെ അടുപ്പുകൾ നിരന്നിട്ടുണ്ട്. പൊങ്കാലയുടെ അന്ന് രാവിലെ 6:30 ഞങ്ങൾ സ്പോട്ടിലേക്ക് പോയപ്പോൾ തന്നെ ഫുൾ എല്ലാവരും നിരന്നിട്ടുണ്ട്. എല്ലാവരും പൊങ്കാലയുടെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊങ്കാല മാത്രമല്ലല്ലോ, വയണയപ്പം, മണ്ടപ്പുറ്റ്, പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി ചെയ്തു. പക്ഷെ ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിടൂ. കാരണം ഞാൻ ആ സ്ഥലത്തൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഒരുങ്ങാൻ പോയേക്കുമായിരുന്നു. പലതവണ പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പൊങ്കാല ഇടുന്നത് ഇത് ആദ്യമായിട്ടാണ്. അമ്മ ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ഞങ്ങളുടെ വാർത്തമ്മയായ മോളി ചേച്ചിയാണ്. പിന്നെ ഞങ്ങളുടെ കസിൻ ഷീജ ചേച്ചിയുണ്ട്. അപ്പം ഞങ്ങൾ ഈ 4 ലേഡീസാണ് ഇത്തവണ പൊങ്കാല ഇടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഞങ്ങൾ എക്സ്ട്രാ കുതുമ്പും ചൂട്ടും വാങ്ങാൻ മറന്നുപോയി. കുതുമ്പും ചൂട്ടുമാണല്ലോ ഈ പൊങ്കാല അടുപ്പിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അന്നേ ദിവസമാണെങ്കിൽ അത് കിട്ടാനുമില്ല. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് പാളയം സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ അകത്ത് പൊങ്കാല ഇടാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഇതേ കുതുമ്പും ചൂട്ടും ആര് വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഞങ്ങളെപ്പോലെ തന്നെ പൊങ്കാല ഇടാൻ വന്ന പലരും വെള്ളം എടുത്തിരിക്കുന്നത് ഈ പാളയം ജുമാ മസ്ജിദ് എന്നാണ്. ഇതൊക്കെയാണ് ഒരു റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. സ്ത്രീകൾ പൊങ്കാല ഇടാൻ ബിസി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സമയാസമയം ഫുഡ് എത്തിച്ചു തരുന്ന നല്ലവരായ കുറച്ച് ചേട്ടന്മാരുണ്ട് കേട്ടോ. കല്യാൺ സിൽക്സിന്റെ വക ആറ്റുകാൽ അമ്മയുടെ ലാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 9:45 ആവാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. കാരണം ആ സമയത്താണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ അടുപ്പിൽ തീ കൊടുക്കുന്നത്. ആ സമയത്ത് ഈ കല്യാൺ സിൽക്സിന്റെ അമ്പലം പോലെ ചെയ്തു വെച്ചിരിക്കുന്ന സെറ്റപ്പ് ഉണ്ടോ, അവിടെ നിന്ന് ചുറ്റുമുള്ള ഞങ്ങൾക്കൊക്കെ തീ അവിടെ നിന്നാണ് പകർന്നു തരുന്നത്. ടൈം ആയപ്പോഴത്തേക്കും കുതുമ്പും ചൂട്ടൊക്കെ വെച്ച് ഞങ്ങൾ റെഡി ആയിട്ടിരുന്നു. അപ്പോഴത്തേക്കും കല്യാൺ സിൽക്സ് എന്നിങ്ങനെ പാസ് ചെയ്ത് തീ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തീ എടുത്തതിന് ശേഷം അവനവന്റെ പൊങ്കാല കലങ്ങളിലേക്ക് തീ വെച്ചു. തീ വെച്ച് കഴിയുമ്പോൾ എവിടെന്നാന്നറിയില്ല ഒരു വല്ലാത്തൊരു കാറ്റ് വരും. അത് എല്ലാ തവണയും പതിവാണ്. ആ കാറ്റിൽ അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ വന്ന ഒരാളുടെ എക്സൈറ്റ്മെന്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാറി. ഇത് അത്യാവശ്യം അധ്വാനമൊക്കെ ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ, അല്ലാതെ ചുമ്മാ ഒന്നും അല്ല. പക്ഷെ ചുറ്റും അമ്മേ നാരായണ, ദേവി നാരായണ എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കഷ്ടപ്പാടുകളൊക്കെ അങ്ങ് മറക്കൂടൂ. അപ്പം ഞങ്ങൾ എല്ലാവരും പല പല സാധനങ്ങളാണ് ഇടുന്നത്. എൻ്റെ അനിയത്തി ശർക്കര വെച്ചിട്ടുള്ള കട്ടിപ്പായസമാണ് ഇടുന്നത്. ഞാൻ പാൽപ്പായസമാണ് ഇടുന്നത്. മോളി ചേച്ചി പൊങ്കാലയും മണ്ടപ്പുറ്റും വയണയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഷീജ ചേച്ചി ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യുവാണെന്നാണ് തോന്നുന്നത്. വെള്ളം തിളച്ചപ്പോൾ കഴുകി വെച്ച അരി ആറ്റുകാൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ പൊങ്കാല കലത്തിലേക്ക് ഇട്ടു. ഉടനെ തന്നെ മോര് കൊണ്ട് തന്ന് ഞങ്ങളുടെ ഡീഹൈഡ്രേഷൻ മാറ്റി തന്ന ചേട്ടന്മാർക്ക് വളരെ നന്ദി. ഇത്തവണ ഞാൻ പൊങ്കാല ഇടുന്നത് ഒരു സ്പെഷ്യൽ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ്. അത് നടന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയാം കേട്ടോ. ഇപ്പം എന്തായാലും ഞാൻ പറയുന്നില്ല. അങ്ങനെ എൻ്റെ പൊങ്കാല കലത്തിൽ നിന്ന് എൻ്റെ പാൽപ്പായസം തിളച്ച് തൂകിയിട്ടുണ്ട്. അപ്പോഴേക്കും ലഞ്ച് ടൈമായി. ഞങ്ങൾക്ക് 3 സ്ഥലത്തു നിന്നാണ് കേട്ടോ ലഞ്ച് കിട്ടിയത്. എല്ലാം ചോറും കറിയാണ്. നല്ല ടേസ്റ്റ് ആണ്, നല്ല ആത്മാർത്ഥതയോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വേറെ ആൾക്കാർക്ക് വെജ് ബിരിയാണിയും പുലാവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ സാരമില്ല, അത് അടുത്ത തവണ പിടിക്കാം.
ലഞ്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് കത്തി അടിച്ചിരുന്നപ്പോഴത്തേക്കും 3:15 അപ്പോഴേക്കും ഞങ്ങളുടെ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തൊട്ടടുത്തുള്ള അമ്പലം പോലത്തെ സെറ്റപ്പിലെ അവിടെ നിന്ന് പൂജാരി വന്നിട്ട് ഞങ്ങളുടെ ഇതെല്ലാം പൊങ്കാലയെല്ലാം നേദിച്ച് തന്നിട്ടുണ്ട്. പൊങ്കാല നേദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കത്തില്ല, പാക്ക് ചെയ്തെടുത്തുകൊണ്ട് ഓടലാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്താണ് ഞങ്ങൾ ഇരുന്നിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്ന് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം എത്തി, അത്രയ്ക്ക് ട്രാഫിക് ആയിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്യാൻ ഒരു ബഹളമാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയത്. എൻ്റെ പാൽപ്പായസം, എൻ്റെ അനിയത്തിയുടെ ശർക്കര പായസം, പിന്നെ വയണയപ്പം, ചില സ്ഥലത്ത് തെരളി എന്നും പറയും, മണ്ടപ്പുറ്റ്, പിന്നെ പൊങ്കാല. ആദ്യം എൻ്റെ പാൽപ്പായസത്തിൽ നിന്ന് തുടങ്ങാം. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ പറയുന്നത്. ഇച്ചിരി പുകഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ പാൽപ്പായസം ഇഷ്ടമായി. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ അനിയത്തിയുടെ ഈ ശർക്കര പായസമാണ് കേട്ടോ. അത് അടിപൊളിയായിരുന്നു. അവൾ ഇത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അടുത്ത ഇനി മണ്ടപ്പുച്ച കഴിച്ച് നോക്കാം. മണ്ടപ്പുച്ച എന്ന് പറയുന്നത് നമ്മൾ വറുത്ത പയറും തേങ്ങയും ശർക്കരയും ഒക്കെ കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. സ്ഥിരം പൊങ്കാലിടുന്നവരാന്ന് തോന്നുന്നു ഈ മണ്ടപ്പുറ്റുണ്ടാക്കുന്ന. പുതിയ ആൾക്കാരൊന്നും ഇങ്ങനെ മണ്ടപ്പുറ്റുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ വയണയപ്പാണ്. ഇത് അരിപ്പൊടി, ശർക്കര, തേങ്ങ, പിന്നെ പഴവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ വയണയിലയിൽ റാപ്പ് ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുക്കും. എൻ്റെ ദൈവമേ, ഇതിൻ്റെ ഈ വയണയിലയുടെ മണം ഉണ്ടല്ലോ, അത് അവിടെ സ്റ്റീം ആവി പുറത്ത് വരുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. പിന്നെ പൊങ്കാലയ്ക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. അത് നമുക്ക് വെറുതെയും കഴിക്കാം, അച്ചാറ് കൂട്ടിയും കഴിക്കാം. ഇതൊരു പോസിറ്റീവ് ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.